ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും അതിഭീകരമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാന്റെ തലയ്ക്ക് മുകളിലേക്ക് എത്തി ബങ്കർ ബസ്റ്റർ ബോംബറുകൾ വിക്ഷേപിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ടെഹ്റാൻ നഗരത്തെ പരിപൂർണമായും ഇല്ലായ്മ ചെയ്യാനുള്ള ആക്രമണങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ടെഹ്റാനിലെ തന്ത്രപ്രധാനമായ മേഖലയിലെ ആയത്തുള്ള അലി ഖമനേയിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം കൊട്ടാരമടക്കം സ്ഥിതി ചെയ്യുന്ന മേഖലകളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതെങ്കിൽ ഇപ്പോഴിതാ ജൂൺ മാസത്തിലെ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനേക്കാൾ മാരകമായി ടെഹ്റാനിലെയും മറ്റു നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും ഒക്കെ സർക്കാർ ഓഫീസുകൾക്ക് നേരെ, തന്ത്രപ്രധാനമായ കെട്ടിടങ്ങൾക്ക് നേരെ, പവർ ഹൗസുകൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ഭീകരമായ ആക്രമണം തുടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാൻ സൈന്യത്തെ സഹായിക്കാനായി ഹിസ്ബുള്ള രംഗത്ത് വന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാന വിവരങ്ങൾ. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് ലെബനനിൽ മാത്രമല്ല ഇറാനുള്ളിലുള്ള ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ മാരകമായ ബോംബിംഗ് നടക്കുകയാണ്. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ആക്രമണം. ഇറാനിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ, സൈനിക ആസ്ഥാനങ്ങൾ, സൈനിക ട്രെയിനിങ് ക്യാമ്പുകൾ, ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ, മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ എന്ന് തുടങ്ങി എല്ലാ പ്രതിരോധ കേന്ദ്രങ്ങളെയും എല്ലാ സൈനിക സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതിഭീകരമായ ആക്രമണം ഇറാൻ ആരംഭിച്ചിരിക്കുന്നു. ഇറാൻ ആക്രമണത്തിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ആയത്തുള്ള അലി ഖമനേയി, ഇറാനെ 36 വർഷം അടക്കി ഭരിച്ച ഇറാന്റെ സുപ്രീം ലീഡർ, ആയത്തുള്ള അലി ഖമനേയിയുടെ കൊട്ടാരം ലക്ഷ്യമിട്ടുകൊണ്ട് 30 ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഇസ്രായേൽ പ്രയോഗിച്ചത്. ആ ബോംബുകൾ ചെന്നു പതിച്ചത് കൊട്ടാരത്തിന് മുകളിലാണ്. ആ ബോംബുകളുടെ ആഘാതം കൊണ്ട് മീറ്ററുകൾ താഴ്ചയുള്ള പടുകൂറ്റൻ കുഴികൾ ആ കൊട്ടാര വിരുന്നിടത്ത് രൂപപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അങ്ങനെ ആയത്തുള്ള അലി ഖമനേയിയെയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന നിരവധി സൈനിക ഉദ്യോഗസ്ഥരെയും ഒറ്റയാക്രമണത്തിൽ ഇസ്രായേൽ തീർത്തിരിക്കുന്നു. 4 സെക്കൻഡ് മാത്രമേ വേണ്ടി വന്നുള്ളൂ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ആയത്തുള്ള അലി ഖമനേയി എന്ന ഇസ്ലാമിക ഭീകരതയുടെ തലതൊട്ടപ്പനെ വധിക്കാൻ. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇറാൻ എന്ന രാജ്യത്തെ അടക്കി ഭരിച്ച ഏറ്റവും വലിയ ഭീകര നേതാവിനെ വധിക്കാൻ 4 മിനിറ്റ് മാത്രമേ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി വന്നുള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്ന ഫൈറ്റർ ജെറ്റുകൾ 30 ബോംബുകളാണ് ഈ ടെഹ്റാനിലെ ആയത്തുള്ള അലി ഖമനേയിയുടെ കൊട്ടാരത്തിൻ്റെ തലയ്ക്ക് മുകളിലേക്ക് പ്രയോഗിച്ചത്. ആ ആക്രമണത്തിൽ ഖമനേയി മാത്രമല്ല, ഖമനേയിയുടെ കുടുംബം ഒന്നടങ്കം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏറ്റവും സുപ്രധാനമായ വിവരം, പൊതുദർശനത്തിന് വയ്ക്കാൻ വേണ്ടി മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും ഖമനേയിയുടേതായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ വർഷങ്ങളായി ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ജൂതൻ്റെ കൊടും പക ആണ് ജൂതൻ ഒടുവിൽ തീർത്തിരിക്കുന്നത്. എത്രയോ നിരപരാധികളായിട്ടുള്ള ഇസ്രായേലികളുടെ ജീവനെടുക്കുന്നതിന് കാരണക്കാരനായ ആയത്തുള്ള അലി ഖമനേയി എന്ന പടുവൃദ്ധനായിട്ടുള്ള ആ ഭീകര നേതാവിനെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇസ്രായേലിൻ്റെ ആക്രമണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. 4ാമത്തെ ദിവസം, തുടർച്ചയായി 4ാമത്തെ ദിവസമാണ് ഇറാൻ എന്ന രാജ്യത്തിനുള്ളിലേക്ക് ഇസ്രായേലിൻ്റെ അതിമാരകമായ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ നദാൻസ് ആണവ പ്ലാന്റിലേക്ക്, ഇർഫഹാൻ ആണവ പ്ലാന്റിലേക്ക്, അതുപോലെയുള്ള നിരവധി ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക്, ആണവായുധ ശാലകളിലേക്ക് ഇസ്രായേലിൻ്റെ നിരന്തരമായ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇറാന്റെ അധപ്പതനം കണ്ട്, ഇറാന്റെ അവസാനം കണ്ട് മാത്രമേ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ സഹായം ഇസ്രായേലിന് ആവശ്യമില്ലെങ്കിൽ കൂടി ഈ ആക്രമണത്തിൽ അമേരിക്കയുടെ കൂടി സഹായം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചത് ഇസ്രായേൽ ഒറ്റയ്ക്കാണ്. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളിട്ട ബോംബിൽ തകർന്നു തരിപ്പണമായിട്ടാണ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. ഇപ്പോൾ എന്തായാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണം ഇറാനെ പൂർണ്ണമായും തകർത്തരിപ്പണമാക്കുവാൻ, ഇറാന്റെ ആണവ
ആണവായുധ ശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ ഇറാന്റെ കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായ ആക്രമണം മണിക്കൂറുകളുടെ ഇടവേളയിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്.